മോദിയും ട്രംപും തമ്മിൽ ഇനി കൂട്ടില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പഴയതുപോലെ അവർ ഇനി ഒരിക്കലും ഒന്നിക്കില്ലേ? ഈ ഹോഡി മൂഡി എന്ന പരിപാടി കേട്ടിട്ടുണ്ടോ? അമേരിക്കയിൽ നടന്നതല്ലേ? അതന്നെ. അത് വലിയ രീതിയിൽ പ്രചരിച്ച അല്ലെങ്കിൽ വലിയ രീതിയിൽ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഗതിയാണ്. ഇതേ ട്രംപ് അഹമ്മദാബാദിൽ വന്ന് വലിയൊരു മെഗാ ഷോ നടത്തിയിരുന്നു. അതിൻ്റെ മറ്റേ ട്രോൾ വീഡിയോ ഒക്കെ കണ്ടുമ്പോൾ മോദി ട്രംപ് മാപ്പിളപ്പാട്ട് പാടുന്ന ട്രോൾ വീഡിയോ ഒക്കെ ഇറങ്ങിയത്. അപ്പോൾ ഇതൊക്കെ പഴയ കാലം, ആ ഒരു സൗഹൃദത്തിൻ്റെ ഇതൊക്കെ തീർന്നു എന്നുള്ളതാണ്. കടഞ്ഞ അധ്യായം കഴിഞ്ഞു, ഖത്തം, ഖലാസ്. അപ്പോൾ ഇവിടെ ഇന്ത്യയും അമേരിക്കയുമായിട്ട് ഒരു തർക്കം ഉടലെടുക്കുമ്പോൾ ഈ രണ്ട് നേതാക്കളും തമ്മിൽ അടുത്ത സൗഹൃദമുണ്ട്, ബന്ധമുണ്ട്, വടാപോടാ ബന്ധമാണ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ മോദി ട്രംപുമായിട്ട് ഒരു ഫോൺ കോൾ നടത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, പിന്നെ എന്തുകൊണ്ട് മോദി അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ള പല ചോദ്യങ്ങൾ പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ അത്ര പന്തിയല്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. ചുമ്മാതല്ല ട്രംപ് 4 തവണ വിളിച്ചിട്ട് മോദി ഫോൺ എടുക്കാതിരുന്നത്. അതിന് കൃത്യമായ കാരണമുണ്ട്. കാരണം നേരത്തെ ഒന്ന് ഫോൺ സംഭാഷണം ഇവർ തമ്മിൽ നടത്തിയിരുന്നു. അത് അങ്ങ് മോദി കാനഡയിൽ ചെന്നപ്പോഴാണ്. അവിടെ ട്രംപിനെ നേരിൽ കാണാൻ പറ്റിയില്ല, ഫോണിൽ സംസാരിച്ചു. അപ്പോൾ ഫോണിൽ സംസാരിച്ചപ്പോൾ ട്രംപ് കടുത്ത നിലപാടിൽ തന്നെയാണ്. അയാൾ പറയുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ ഞാനാണ് ഇടനില നിന്നത്, ഞാനാണത് പരിഹരിച്ചത്, പാകിസ്ഥാൻ എനിക്ക് നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യുന്നുണ്ട്, നിങ്ങളും തരണം. അപ്പോൾ മോദിക്ക് ഇതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അന്ന് സുല്ലിട്ട് വിരിഞ്ഞാണ് രണ്ടുപേരും. അപ്പോൾ അതോടെ തീർന്നു, ആ ബന്ധം അവിടെ വെച്ച് മുറിഞ്ഞു. പിന്നീട് ട്രംപ് വീണ്ടും 4 തവണ മോദിയെ വിളിക്കാൻ നോക്കി, മോദി ഫോൺ എടുത്തില്ല എന്നുള്ളതാണ് വിവരം. അപ്പോൾ വീണ്ടും ഇങ്ങനെ ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്തുകൊണ്ട് മോദി ട്രംപിനെ നേരിൽ കാണാൻ കൂട്ടാക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രശ്ന പരിഹാരത്തിന് തുനിയുന്നില്ല? ഇന്ത്യ സർക്കാരും നരേന്ദ്രമോദി എടുത്തിരിക്കുന്ന നിലപാട് ഇക്കാര്യത്തിൽ ട്രംപുമായി ഒരു തരത്തിലുള്ള സന്ധിക്കുമില്ല, വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് തെളിയിക്കാനായിട്ട് നേരത്തെ ഒരു വാർത്ത വന്നിരുന്നു. ഈ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ന്യൂയോർക്കിലാണ് നടക്കുക, അമേരിക്കയിലെ ന്യൂയോർക്കിൽ. ഈ വരുന്ന 26-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നുള്ള വിവരമാണ് നേരത്തെ വന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടത് ആ സന്ദർശന വേളയിൽ നരേന്ദ്രമോദി ട്രംപിനെ കാണും, ഇന്ത്യ അമേരിക്ക നിലവിലെ ആ ഒരു അഭിപ്രായ വ്യത്യാസം ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നുള്ള വാർത്തകളാണ് വന്നത്. പക്ഷെ പിന്നീട് വന്ന വാർത്തയിൽ മോദി പോകുന്നില്ല, അമേരിക്കൻ സന്ദർശനം വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ആദ്യം ഫോൺ എടുത്തില്ല, പിന്നെ അങ്ങോട്ട് പോകണ്ടെന്നും വെച്ചു. പകരം എസ് ജയശങ്കറിനെയാണ് അയക്കുന്നത്. എസ് ജയശങ്കർ ഈ 27-ാം തീയതി ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത് ഇന്ത്യൻ നിലപാടുകൾ പറയും എന്നുള്ള വാർത്തകളാണ്. അപ്പോൾ മോദി അങ്ങോട്ടില്ല, എന്നാൽ ഞാൻ ഇങ്ങോട്ടുമില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ഈ ക്വാഡ് ഉച്ചകോടി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഈ ക്വാഡ് എന്ന് പറഞ്ഞാൽ ഏഷ്യയിൽ ചൈന വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി വളരുന്നു. അപ്പോൾ അവർക്ക് ബദലായി വളരുന്ന ഒരു സഖ്യമാണ് ക്വാഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ അംഗങ്ങൾ ആരാണ് നോക്കുമ്പോൾ അത് മനസ്സിലാകും. ജപ്പാനുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ഇന്ത്യ ഉണ്ട്, പിന്നെ അവിടുന്ന് വലിഞ്ഞേറി വന്ന അമേരിക്കയുണ്ട്. ഈ 4 രാജ്യങ്ങളാണ് ഈ ക്വാഡ് ഉച്ചകോടിയുടെ അംഗരാജ്യങ്ങൾ. അപ്പോൾ അവർ ചർച്ച ചെയ്യുന്ന സ്വാഭാവികമായും ചൈനയ്ക്കെതിരെയുള്ള പണിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന ഡൽഹിയിലാണ് ഈ ക്വാഡ് ഉച്ചകോടി നിശ്ചയിച്ചത്. ഈ വർഷം അവസാനമാണ്, അതിൻ്റെ തീയതി എന്നാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ഈ വർഷം അവസാനം ഡൽഹിയിലാണ് ക്വാഡ് ഉച്ചകോടി നടക്കേണ്ടത്. അതിൽ ട്രംപ് വരില്ല എന്നുള്ള കാര്യം ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ട്രംപ് ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചപ്പോൾ മോദി അങ്ങോട്ടും പോകുന്നില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി. അത് ഇപ്പോഴല്ല, അടുത്ത വർഷം ഡിസംബറിൽ ട്രംപിൻ്റെ ഈ സ്വകാര്യ ഗോൾഫ് കോഴ്സ് ഉണ്ട്. അതായത് ഈ ഗോൾഫ് മറ്റേ കുഴിയിലോട്ട് പന്ത് തട്ടിയിടുന്ന കളിയുണ്ടല്ലോ, അത് നടത്തുന്ന ട്രംപിൻ്റെ വലിയൊരു എസ്റ്റേറ്റ് ഉണ്ട്. അവിടെ വെച്ചാണ് അടുത്ത G20 ഉച്ചകോടി നടക്കുക. G20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഈ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമ്പന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് G20 എന്ന് പറയുക. സാമ്പത്തിക നയരൂപീകരണമൊക്കെയാണ് ആ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് നിശ്ചയിച്ചേക്കുന്ന 2026 ഡിസംബർ 14-15 തീയതികളിലാണ് അമേരിക്കയിൽ ട്രംപിൻ്റെ ഗോൾഫ് എസ്റ്റേറ്റിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പരിപാടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല, പങ്കെടുക്കില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഈ വർഷം ഇനി ട്രംപും മോദിയുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടാവില്ല. 2026 അടുത്ത വർഷത്തെ കാര്യവും നമുക്കറിയില്ല. അപ്പോൾ ഈ 2 വർഷങ്ങളിലും 2 രാജ്യങ്ങളും ആതിഥേയത്വം വഹിക്കുന്ന 2 പ്രധാന ഉച്ചകോടികൾ അല്ലെങ്കിൽ സമ്മേളനങ്ങളാണ് ഇത് രണ്ടും. ഇതിൽ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കെടുക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ
കാര്യങ്ങൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത്ര സുഖകരമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ G20 ഉച്ചകോടിയിൽ 19 രാജ്യങ്ങളുടെ നേതാക്കളാണ് പങ്കെടുക്കുക. കൂടാതെ യൂറോപ്യൻ യൂണിയനും അതിൽ അംഗമാണ്, അവരുടെ പ്രതിനിധികളും പങ്കെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപ്രധാനമായ പ്രാധാന്യമേറിയ സമ്മേളനമാണ്. പക്ഷേ അതിൽ പങ്കെടുക്കേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാട്. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാണ്. ഇന്ത്യ അമേരിക്ക ആ ഒരു നയപരമായ വിടവുകൾക്കപ്പുറം രണ്ട് നേതാക്കൾ തമ്മിലുള്ള, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ അകൽച്ചയും ഈ ഒരു പ്രശ്നം വഷളാക്കുന്നതിന് വഴി തുറന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. നേരത്തെ ഒരു അമേരിക്കൻ വിദഗ്ധൻ എന്തുകൊണ്ട് ട്രംപ് ഇന്ത്യക്കെതിരെ ഇത്ര വലിയ പ്രതികാര ബുദ്ധിയോടെ നീങ്ങുന്നു എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത്, ട്രംപിൻ്റെ ഒരു മനോവിചാരം എന്തെന്നാൽ ട്രംപ് ചതിക്കപ്പെട്ടു എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ ട്രംപ് ഇടപെട്ടു. അത് ഇന്ത്യക്കും പാകിസ്ഥാനും ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് തനിക്ക് തരാൻ ഇന്ത്യക്ക് സൗകര്യമില്ല. അപ്പോൾ താൻ ചെയ്ത പ്രവൃത്തികളൊക്കെ പാഴായി, അങ്ങനെ താൻ വഞ്ചിക്കപ്പെട്ടു എന്നൊരു നിലപാടാണ് ട്രംപിനുള്ളത്. ട്രംപ് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ എന്തുകൊണ്ട് 50% നികുതി പ്രഖ്യാപിച്ചു എന്നുള്ളത് വെച്ചാൽ അത് തൻ്റെ വ്യക്തിപരമായ പകപോക്കലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹത്തെ അംഗീകരിച്ചു കൊടുക്കുന്നൊരു നിലപാട് ഇന്ത്യ എടുക്കുന്നില്ല. അതുമാത്രമല്ല, ഇന്ത്യ ആവർത്തിച്ച് ട്രംപിനെ നിഷേധിക്കുകയും ചെയ്യുന്നു. ട്രംപ് ആവർത്തിച്ച് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇന്ത്യ ആവർത്തിച്ച് അത് നിഷേധിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാരണവശാലും ഇക്കാര്യം സമ്മതിക്കുന്നില്ല. പോരാത്തതിന് ഇന്ത്യയുടെ ഔദ്യോഗിക വേദികളിലെല്ലാം പ്രധാനമന്ത്രി മോദി തന്നെ അമേരിക്കയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ നിലപാടെടുക്കുന്നു. റഷ്യയുമായി കൂടുതൽ അടുക്കുന്നു. റഷ്യയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ, അതായത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിലാണല്ലോ ഇന്ത്യക്കെതിരെ ഈ കടുത്ത നടപടികൾ. 60% ആക്കിയത്. അതെ, അതിപ്പോൾ വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. റഷ്യ നമുക്ക് അതനുസരിച്ച് കൂടുതൽ ഓഫറുകളും തരുന്നു. അതും പോരാത്തതിന് കൂടുതൽ പ്രകോപനം എന്ന രീതിയിൽ ചൈനയിൽ പോയി ഇവർ തോളിൽ കൈയിട്ട് സെൽഫി എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. അതൊക്കെ ട്വിറ്റർ വഴിയും ഫേസ്ബുക്ക് വഴിയും റഷ്യ വിശ്വസിക്കുകയും ചെയ്യാമല്ലോ. ചൈനയെ പോലെ ഇടയ്ക്ക് പണിയും തരില്ല. അതെ, ചൈനയും തൽക്കാലം ഇപ്പോൾ വിശ്വസിക്കുകയല്ലാണ്ട് ഇന്ത്യയുടെ മുമ്പിൽ വേറെ വഴികളില്ല. അത് വേറെ കാര്യം. അപ്പോൾ ഈ മൂന്ന് നേതാക്കളും ചൈനയിൽ പോയി കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചത് ട്രംപിനുള്ള മറുപടി എന്ന നിലയിലാണ്. അല്ലാണ്ട് ഒരു അസാധാരണ സ്വഭാവം ആ ചിത്രങ്ങൾക്കും ദൃശ്യങ്ങൾക്കുമുണ്ട്. ഇവർ 3 പേരും ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ്. അപ്പോഴെങ്ങും ഇല്ലാത്ത കെട്ടിപ്പിടുത്തവും ഇതൊന്നും ഇല്ല. അതൊക്കെ ട്രംപിനെ പരമാവധി പ്രകോപിപ്പിക്കുക. പക്ഷേ ട്രംപ് അതിൽ ഏറ്റു എന്നുള്ളതാണ്. ട്രംപ് പ്രകോപിപ്പിക്കപ്പെട്ടു. കാരണം അദ്ദേഹം നടത്തിയ പ്രതികരണം അങ്ങനെയാണല്ലോ. ഇന്ത്യയും റഷ്യയും ഇരുണ്ട ചൈനയുടെ ഭാഗത്തേക്ക് മാറി, രണ്ടുപേർക്കും ആശംസകൾ നേരുന്നു എന്ന തരത്തിൽ ട്രംപ് പ്രതികരിക്കാനുണ്ടായ ചേതോവികാരം ഈ നേതാക്കൾ അവിടെ നടത്തിയ ആ ഒരു ബോഡി ലാംഗ്വേജിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയാം. ഇപ്പോൾ ട്രംപും മോദിയും തമ്മിൽ വലിയ രീതിയിൽ അകന്നു കഴിഞ്ഞു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിൻ്റെ സാധ്യത ഇപ്പോഴും നമുക്കുണ്ട്. പക്ഷേ ഈ രണ്ട് നേതാക്കളും തമ്മിലുള്ള സൗന്ദര്യ പിണക്കം ഏത് രീതിയിൽ അവസാനിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.